യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഒന്നുകൂടി സ്തുതിക്കൂ, പരിശുദ്ധാത്മാവേ. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, ഇനി ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരിലും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇതൊന്ന് രുചിച്ചറിയണ്ടേ? അതിനിപ്പോൾ തന്നെ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവമാകും. അനുഭവമൊക്കെ ഉണ്ടാകുമെങ്കിലും കുറച്ചും കൂടി കൃത്യമായൊരു അനുഭവം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മാമോദീസ സ്വീകരിച്ചവരിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ്, എല്ലാവരിലും ഉണ്ട് പരിശുദ്ധാത്മാവ്. എന്നാൽ മാമോദീസ സ്വീകരിച്ചവരിൽ കൂടുതൽ ശക്തമായി പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ബൈബിളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ കേട്ടു ശിമയോൻ, അല്ലെങ്കിൽ ശിമയോൻ മാമോദീസ സ്വീകരിച്ച ആളായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് അയാളോട് സംസാരിച്ചു. എലീശോ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നപോലെ അപ്പസ്തോല പ്രവർത്തനത്തിൽ കോർണേലിയസ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. നീ പോയിട്ട് ആളേക്ക് പത്രോസ് മാർപ്പാപ്പേനെ വീട്ടിലേക്ക് വിളിക്കാൻ. അപ്പോൾ പത്രോസ് അവിടെ മട്ടുപ്പാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു വിരിപ്പിൽ കുറേ മൃഗങ്ങളെ തിന്നാനായിട്ട് താഴോട്ട് അയക്കണം. നീ ഇതിനെല്ലാം മുറിച്ച് തിന്നാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഈ അശുദ്ധമായതൊന്നും തിന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊരു സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ എന്തുകൊണ്ടാണ് അശുദ്ധമെന്ന് പറയുന്നത്? ഇതെന്താണ്? മനസ്സിലായില്ല. വീണ്ടും കേട്ടു, അങ്ങനെ 3 പ്രാവശ്യം. അപ്പം മനസ്സിലായി, ദൈവം എല്ലാ ജാതി മതസ്ഥരെയും വിശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഒന്നും അശുദ്ധരായിട്ട് കണക്കാക്കരുത്. അപ്പോഴേക്കും വാതുക്കൽ മുട്ടുകേട്ടു. ആരാണത്? ഞങ്ങൾ കൊർണേലിയോസിൻ്റെ വീട്ടിൽ നിന്ന് വന്നേക്കണവരാണ്. ഇങ്ങനെ ജോപ്പായിൽ പത്രോസ് എന്ന് പറഞ്ഞൊരാളെ വിളിക്കാൻ. ഞാനാണ് പത്രോസ്. എന്താ കാര്യം? അതെ, ഈ കൊർണേലിയോസ് ക്രിസ്ത്യാനിയൊന്നുമല്ല, പക്ഷെ അയാളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണം. അങ്ങയെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് അങ്ങേരോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അങ്ങേരെ വിളിച്ച് ഇവിടെ വന്ന് യേശുവിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണു. കോരിത്തരിക്കണം. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, ആ ദർശനം ഞാൻ ഈ വിജാതീയരെല്ലാം അശുദ്ധരാണെന്ന് വിചാരിച്ചിരിക്കേണ്ടവരല്ല, കർത്താവ് ശോമിച്ചുക അവരെ എല്ലാം ശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ രഹസ്യം അവരോട് നമ്മൾ പറയണം. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിലാണ്. ഇപ്പോൾ വായിക്കാൻ സമയമില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വലിയൊരു ബോധ്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ബോധ്യമാണ്. എല്ലാ മനുഷ്യരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അക്രൈസ്തവരിലും പ്രവർത്തിക്കുന്നുണ്ട്. അക്രൈസ്തവരെന്നല്ല ഉദ്ദേശിച്ചത്, നിരീശ്വരവാദികളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർ സമ്മതിക്കില്ല. നിൻ്റെ സമ്മതം നോക്കിയിട്ടൊന്നുമല്ല പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കണേ. ഒരു ചെടുത്തി പറഞ്ഞു, അമേരിക്കയിലുള്ളവർ പറഞ്ഞു, എൻ്റെ 2 മക്കളും നിരീശ്വരവാദികളാണ്. എല്ലാ ദിവസവും ഞാൻ അവർക്ക് ഭക്ഷണം ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വൈകുന്നേരം ഊണ് കഴിക്കാനിരിക്കുന്ന നേരത്ത് ഇവർ പറയും ദൈവമില്ല എന്ന് പറഞ്ഞ് ആർഗ്യുമെൻ്റ് തുടങ്ങും. അവസാനം ഞാൻ അവരോട് എന്ത് പറഞ്ഞാലും അവർ തല്ലുപിടിക്കാൻ അവസാനം വഴക്കായി കഴിഞ്ഞത് എങ്ങനെയാണ് അവസാനിപ്പിക്കണേ? അപ്പം ഞാൻ ഒറ്റ വാക്കിലങ്ങൾ അവസാനിപ്പിക്കും. ഞാൻ പറയേ, എടി മക്കളെ, നീയൊക്കെ എൻ്റെ രക്തമാണ്, മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കണതേ കല്ലിനോടും മരത്തിനോടും ഒന്നല്ല, ജീവിക്കണ കർത്താവിനോടാണ്. അതുകൊണ്ട് എൻ്റെയൊക്കെ കൺമുമ്പിൽ വെച്ച് നീയൊക്കെ വിശ്വസിക്കണം. ഞാൻ കാണോടി പോയി കിടന്നുറങ്ങും. ഇങ്ങനത്തെ അമ്മമാരാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ കരഞ്ഞു പിടിച്ച് ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരോടുത്ത് പറയേണ്ടത്, കർത്താവ് നീയൊക്കെ എൻ്റെ രക്തമാണ്,
ആണോ അല്ലയോ? അതാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ഇനി വേണ്ടത്. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരകത്തേക്ക് പ്രസരിക്കണം. ഓക്കെ, അപ്പോൾ സമയമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ 3 പേരുടെ ഒരു ടീമാകണം. 3 പേരുടെ ടീമായിട്ട് 2 ആൾ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട്, പരിശുദ്ധാത്മാവേ, ഇയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരാശയം, ഒരു തോന്നൽ എനിക്ക് തരണമേ, ഇയാൾക്ക് വേണ്ടി എന്ത് ഞാൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ മനസ്സിൽ തോന്നുന്നത് അയാളോട് പറയുക. അപ്പോൾ അയാൾ പറയും, അത് ശരിയാണല്ലോ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഇനി ബാക്കി പരിശുദ്ധാത്മാവ് നടത്തിക്കോളൂ. നോക്കിക്കോ, ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കന്യാസ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന പെൺകൊച്ചിന് ഒരു വാക്ക് കിട്ടി, പൊട്ടറ്റോ. പൊട്ടറ്റോ എന്തുകൊണ്ട് ഈ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് അല്ല, ഉരുളക്കിഴങ്ങ്. അതൊക്കെ പരിശുദ്ധാത്മാവ് പറയുമോ? അപ്പോൾ അവൾക്ക് ആകെ പേടിയായി, ഇത് വെറും കളിപ്പീരാണ്, ഇതെൻ്റെ ഒച്ചയായിരിക്കും. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അത് തന്നെ കിട്ടി. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടറ്റോ എന്നാണ് കിട്ടുന്നത്. അത് ശരിയല്ലായിരിക്കും, അതുകൊണ്ട് ഇല്ല, അത് വളരെ ശരിയാ. അത് ശരിയാണോ? വളരെ ശരിയാണ്. പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ സംസാരിക്കണേ. ഈ പരിശുദ്ധാത്മാവും പൊട്ടറ്റവും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ പറയുകയാണേ, സിസ്റ്റർമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ കുറ്റം പറയാല്ല കേട്ടോ, ഇത് ഒരു സംഭവം സാധാരണ സംഭവിക്കാറുള്ളതാണ്. ആ സിസ്റ്റർ ധ്യാനത്തിന് 7 ദിവസത്തെ ധ്യാനമായിരുന്നത്. ധ്യാനത്തിന് വരണയ്ക്ക് മുമ്പ് എന്ത് ചെയ്തു, ഈ ധ്യാനത്തിന് പോകുമ്പോൾ അവിടെ മഠത്തിലൊരു കിച്ചൺ ഗേൾ ഉണ്ടല്ലോ, വേലക്കാർ, അവൾ വെറുതെ ഇരിക്കില്ലേ. എന്നാൽ അവളെ വെറുതെ ഇരുത്തരുത്, അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ച് ഒരു ചാക്ക് പൊട്ടറ്റോ മേടിച്ചു കൊണ്ടുവന്നു. അത് ഗാർഡനിൽ നടാനായിട്ട്, അവരുടെ നാട്ടിൽ പൊട്ടറ്റോ നടും. അപ്പോൾ അത് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഗാർഡനിൽ നടാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊണ്ടുവന്നു. ഇവളോട് പറയണം. എന്നിട്ട് അവളപ്പോൾ ഈ ആഴ്ച പണിയായി അവൾക്ക്. പക്ഷേ ഇത് അവളോട് പറയാൻ മറന്നുപോയി. മനസ്സിലായോ? ആ പൊട്ടറ്റോ മേടിച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കിച്ചൺ ഗേളിനോട് ഇത് പറയാൻ മറന്നുപോയി. അതാ അടുക്കളയിൽ തന്നെ അവിടെ ഇരിക്കായിരിക്കും. ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നിട്ട് മുഴുവനും അതാണ്, ആ പൊട്ടറ്റോ അവളെ കൊണ്ട് നടിക്കാൻ മേടിച്ചിട്ട് അത് പറയാൻ മറന്നുപോയല്ലോ. അപ്പോൾ ഈ പൊട്ടറ്റോ ആയിട്ട് ആളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, ഈ പൊട്ടറ്റോ വിട്, നീ ഇനി ധ്യാനം കൂടു കേട്ടോ. ഇപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് തന്നെയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരെ നമ്മളൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഈ സന്ദേശങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമുക്കൊരു ട്രയലാണ് കേട്ടോ. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ അധികമൊന്നും വ്യാഖ്യാനിക്കണ്ട. വ്യാഖ്യാനിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരണം. ഇതേമാതിരി വേറൊരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചേട്ടത്തിക്ക് കിട്ടി, അടുത്ത ചേച്ചിയുടെ ശവം ആയിട്ടിങ്ങനെ ഒരു ശവപ്പെട്ടിയിൽ കിടക്കണതായിട്ടാണ്. ആദ്യം പേടിച്ചു പോയി, ഇവർ ശരിക്കും ശവപ്പെട്ടിയിൽ കിടക്കണോ? അപ്പോൾ പിന്നെ പറഞ്ഞ്, നന്നായി, ധ്യാനമൊക്കെ കൂടി ഒരുങ്ങിയിരിക്കണം, നന്നായി. അതെന്താ അങ്ങനെ പറയണേ? അല്ല, എന്നായാലും നമ്മളൊരിക്കൽ മരിക്കുമല്ലോ, അതെന്താ അങ്ങനെ പറയണേ? എന്തിനു പറയാനാ, ഞാൻ കാണുന്നത് നീ ഒരു ശവപ്പെട്ടിയിൽ കിടക്കണതാണ്, അതുകൊണ്ട് ധ്യാനം കഴിഞ്ഞാൽ ഉടനെ നീ മരിക്കും. അയ്യോ, എനിക്ക് എൻ്റെ പിള്ളേരെ എൻ്റെ കരച്ചിലും ബഹളമായി. അതാണ് ഈ വ്യാഖ്യാനത്തിനൊരു വരം വേണം. വ്യാഖ്യാനം, ദർശനങ്ങളെ മാനുഷികമായിട്ട് ചിന്തിക്കരുത്, അതിന് ദൈവികമായ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഈ ബഹളം കേട്ട് ഞാൻ ചെന്നു, എന്തുണ്ടായേ? ഞാൻ ചാവപ്പെട്ടി കിടക്കണം, ഞാൻ ചാവൂന്നാണ് പറയണത്. നിങ്ങളാരാ പറഞ്ഞ് ചാവുന്നു? ഇവർ ദർശനത്തിൽ കണ്ടിരിക്കണം. എന്ത് കണ്ടു? ശവപ്പെട്ടിയിൽ ഇങ്ങനെ കിടക്കണം. അയ്യോ, അത് വ്യാഖ്യാനിക്കണം. അതെന്നാ വ്യാഖ്യാനിക്കാനാണ്? ശവപ്പെട്ടിയിൽ കിടക്കണമെന്ന് ക്ലിയർ അല്ലേ? അങ്ങനെയല്ല, അതിനെല്ലാം ആത്മീയമായ അർത്ഥമുണ്ട്. എല്ലാത്തിനും ആത്മീയ അർത്ഥമുണ്ട്. അയ്യോ, അതൊന്നും എനിക്കറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു.
കർത്താവേ, എന്താണ് ഈ ദർശനത്തിൻ്റെ അർത്ഥം? അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവളുടെ പഴയ മനുഷ്യനെ പെട്ടിയിലാക്കി മാറ്റിയിരിക്കുന്നു, ഇപ്പോൾ അവൾ പുതിയ മനുഷ്യൻ. ഓ എൻ്റെ കർത്താവേ, സമാധാനമായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടൊന്നും വേണ്ട. നിങ്ങളങ്ങ് മുന്നേറ്. നമുക്ക് വരണത്ത് വെച്ച് കാണാം. പരിശുദ്ധാത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവാണല്ലോ. ഒരു കോലാഹലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അകത്തുനിന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കാണാം. 3 പ്രാവശ്യം നിങ്ങളപ്പോൾ അത് ചെയ്യും. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് ആ സന്ദേശം വെച്ച് പ്രാർത്ഥിക്കുന്നു, നമുക്കെന്തെങ്കിലുമൊക്കെ അപ്പോൾ സംഭവിക്കും. അതനുസരിച്ച് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥനാവരം അഭിഷേകമാകാൻ പോവുകയാണ്. നിങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊരു വരമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം അവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഒരാൾ പറയും, എനിക്ക് ഇവിടെ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. ശരി, പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് തോന്നുന്നു, എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നുണ്ടല്ലോ, ചേച്ചിക്ക് തലവേദന ഉണ്ട്, എനിക്കും തലവേദന ഉണ്ട്. ശരി. അപ്പോൾ ആ തലവേദന ഇവരിലേക്ക് വന്നിരിക്കുന്നത് പിശാചിൻ്റെ പ്രവർത്തനമല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സ്റ്റാർട്ട്. വേഗാവട്ടെ. 3 പേരുടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യും. സമയം